ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയാം ആണ് അദ്ദേഹം ഹൈസ്കൂളിലെ. അതിലപ്പുറത്തേക്ക് ഏറ്റവും നല്ലൊരു പറയട്ടെ, വിദ്യാർത്ഥി വളരെ അധ്യാപകന്റെ ആണ് നിങ്ങളോട് ഇന്ന് സംവദിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെയും ഈ ഒരു ചടങ്ങിലേക്ക് ഹൃദ്യമായിട്ട് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നീട്ടി പറയുന്നില്ല. ഈ ഒരു അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഏറെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. നന്ദി. വിളിച്ചോളൂ. സർ ഓക്കെ സർ. ഇന്നത്തെ ഈ കൂടിച്ചേരലിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ജാഫർ സാർ, സ്വാഗതം ഊതിയ ഷെറിൻ ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറിയായി റഷീദ് സാർ, മലയാളത്തിന്റെ ടീച്ചർ സജന ടീച്ചർ, മറ്റ് അധ്യാപകര്, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങളുടെ രക്ഷിതാക്കളടക്കം എല്ലാവർക്കും അഭിവാദനങ്ങൾ, നമസ്കാരം പറയുകയാണ്, അഭിവാദനങ്ങൾ നേരുകയാണ്. ഇന്ന് ജൂലൈ 5 നമ്മുടെ സ്കൂളിൽ നിങ്ങളെ എങ്ങനെയൊക്കെ ഒത്തുചേരാൻ അവസരം ഉണ്ടാകുന്നതോ അതിനൊക്കെ ഫലവത്തായി പ്രയോജനപ്പെടുത്താനുള്ള എല്ലാ സമർപ്പിതമായ തിടുക്കത്തിലുമാണ് അധ്യാപകർ. കൊറോണ നമ്മെ ആകെ തടവിട്ടിരിക്കുകയാണ്. കൊറോണ തടവിലിട്ട ക്ലാസ് മുറികളെ ഉണർവുള്ള വീട്ടുമുറികളിലൂടെ തിരിച്ചു പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന അധ്യാപകർ. നമ്മുടെ മീറ്റിങ്ങിൽ കുഞ്ഞുമക്കൾ കുറവാണ്, അതൊന്നും പ്രയാസമല്ല, ഓരോ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാലും ഉള്ളവരെ എങ്ങനെയെങ്കിലുമൊക്കെ ചേർത്ത് പിടിക്കാൻ പറ്റും, ആ തിരക്കിലാണ് നിങ്ങൾ അധ്യാപകർ. നമ്മുടെ ജൂൺ 19 തുടങ്ങിയ വായനാ ദിനത്തിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ബഷീർ ദിനത്തിൽ എത്തിച്ചേർന്നു. മക്കളെ ഗംഭീരമായി വായിക്കണമെന്നാണ് ഞങ്ങൾ അധ്യാപകരുടെ ആഗ്രഹവും പ്രാർത്ഥനയും. വായിക്കാൻ കാരണങ്ങൾ കുറവായിരിക്കും, പക്ഷെ വായിക്കാതിരിക്കാൻ നമ്മൾ ഒരുപാട് കാരണങ്ങൾ പറയും. എന്നാൽ ഉള്ള സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തി മിടുക്കരായി വളരണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കുന്നത് ഇന്ന് ബഷീറിന്റെ കഥകൾ ചർച്ച ചെയ്യുമ്പോൾ നാളെ വരുന്ന കാലങ്ങളിൽ നിങ്ങളെക്കുറിച്ചും കാലം ആനന്ദകരമായ വസ്തുത വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചർച്ച ചെയ്യാനുള്ളവരും മക്കളെ എഴുത്തുകാരും വായനക്കാരും ഒക്കെയായി വളരണം. നിങ്ങൾക്ക് നിങ്ങളാകുന്ന രീതിയിൽ തുടങ്ങിയാലേ അത് മെച്ചപ്പെടുത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇന്ന് നമ്മുടെ വിദ്യാരംഗത്തിന്റെ തുടക്കം കൂടിയാണ്. നമ്മുടെ ജാഫർ സാർ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ രൂപപ്പെടുത്തുകയാണ്. മലയാള അധ്യാപകർ അവരെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ശാസ്ത്രവും ഗണിതവും സോഷ്യൽ സയൻസും എല്ലാം ഓരോ ദിനാചരണങ്ങളും പദ്ധതികളുമായി വരുമ്പോൾ എങ്ങനെയൊക്കെ എത്തിച്ചേരാൻ പറ്റുമോ അങ്ങനെയൊക്കെ മക്കൾ എത്തിച്ചേരണം. അതിനനുബന്ധ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സജീവമാകും. അങ്ങനെ നമുക്ക് ഗംഭീരമായൊരു പഠനകാലത്തെ ഉണ്ടാക്കിയെടുക്കണം. അധ്യാപകർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല, രക്ഷിതാക്കൾ നിർബന്ധമായും കൂടെ ഉണ്ടാവും. വീട്ടിൽ ലൈബ്രറി ഉണ്ടാക്കും. ലൈബ്രറിയിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങി വെക്കുകയല്ല, പെട്ടി എത്ര വലുതായാലും പുസ്തകത്തിന്റെ എണ്ണം മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരാവും. ഒരു പുസ്തകം വായിച്ച ശേഷം അടുത്ത പുസ്തകം വാങ്ങുക, അങ്ങനെ വായിച്ച പുസ്തകങ്ങൾ ലൈബ്രറിയിൽ വെച്ച് അതെല്ലാം സമ്പത്താക്കി മാറ്റുക, അല്ലെങ്കിൽ അത് അലങ്കാരം മാത്രമായി ഒതുങ്ങിപ്പോകും. അങ്ങനെ അർഹമായ സമ്പത്തും ആനന്ദകരമായ സമ്പാദ്യവും നമ്മുടെ ജീവിതത്തെ സമൃദ്ധമാക്കി തീർക്കട്ടെ, സുന്ദരമാക്കി തീർക്കട്ടെ. എല്ലാ മക്കൾക്കും നമ്മുടെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ തുടക്ക ദിനത്തിൽ ഈ നേരത്ത് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. മിടുക്കരായി പഠിച്ച് ഉന്നതങ്ങളിൽ എത്തിച്ചേർന്നു. നമ്മുടെ വിദ്യാലയം സ്കൂൾ ഒരുപാട് മിടുക്കരായ ഉദ്യോഗസ്ഥരെയും
മിടുക്കരായ കുട്ടികളെ ജീവിതത്തിന്റെ ഉയരങ്ങൾ എത്തിച്ച സ്ഥാപനമാണ്. ജീവിത സാഹചര്യങ്ങൾ എത്ര പരാധീനതകൾ നിറഞ്ഞാലും ശരി, സ്നേഹപരിചരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരാൻ ആവുമ്പോൾ തരാൻ നമ്മുടെ സ്കൂളുണ്ട്. അതുകൊണ്ട് മക്കളെ സ്കൂളിനെ സ്നേഹിക്കണം, അധ്യാപകരെ ഇഷ്ടപ്പെടണം. അങ്ങനെ അധ്യാപകരെയും സ്കൂളിനെയും ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ജീവിതം തനിയെ സന്തോഷം നിറഞ്ഞതായി ഇഷ്ടപ്പെട്ടതായി അനുഭവപ്പെട്ടുകൊള്ളും. അങ്ങനെ മിടുക്കരായി തീരാൻ നിങ്ങൾ ആശംസിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മക്കൾക്കറിയാം, ബഷീർ ദിനമാണ്. മലയാളത്തിന്റെ പ്രഗത്ഭനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ഭൂമിയിലെ കുഞ്ഞുമക്കൾക്ക് കഥകളുടെ ആകാശ മിഠായികൾ സമ്മാനിച്ച വൈക്കം മുഹമ്മദ് ബഷീർ ആ ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മയിൽ വായനയുടെയും എഴുത്തിന്റെയും വഴിയിൽ നിങ്ങൾ ഉയരങ്ങൾ എത്തിച്ചേരാൻ ഞങ്ങൾ അധ്യാപകർ ഈ വിദ്യാരംഗ ഉദ്ഘാടന വേളയിൽ ആശംസിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ബഷീറിനെ അറിയാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല. മലയാള തറവാട്ടിൽ തന്നെ ആരും ഉണ്ടാവില്ല. കഥയിലൂടെ ജീവിതത്തിന്റെ സുവിശേഷങ്ങൾ പകർന്നു തന്ന ആ ബഷീറിന്റെ ശരിക്കുള്ള പേര് കൊച്ചു മുഹമ്മദ് എന്നായിരുന്നു. കൊച്ചു മുഹമ്മദ്. മുഹമ്മദ് നമ്മുടെ കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് മുഹമ്മദ് ജനിച്ചത്. കൊച്ചു മുഹമ്മദ്. കാലമേറെ കഴിഞ്ഞാൽ മുമ്പേ മുഹമ്മദിന്റെ ഗതി മാറുകയാണ്. ജീവിത ഗതി മാറുകയാണ് മുഹമ്മദ്. മൂവാറ്റുപുഴക്കരയിലൂടെ തന്റെ കൂട്ടുകാരുമായി ഒത്തുചേർന്ന് നടന്നു പോകുമ്പോൾ വഴിയിൽ കണ്ടൊരു മരത്തിന്റെ മേലെ കയ്യിലെ പിച്ചാത്തി കൊണ്ട് ഒരു കുസൃതി കാണിച്ച കുട്ടി പേരെഴുതി വെച്ചു. പക്ഷേ കാലമേറെ കഴിഞ്ഞ് അതുവഴി മടങ്ങി വരുമ്പോൾ ആ മരം തന്റെ തോൽ നെഞ്ച് തുറന്നു വെച്ച് ആ പേരിനെ കാത്തുവെച്ചത് ആ കുട്ടി കാണുകയാണ്. ഓർമ്മകൾ കൊണ്ട് മായാത്ത ഓർമ്മകൾ കൊണ്ട് പലയിടത്തും ആ കാര്യം എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ പോറലേൽപ്പിക്കാത്ത ജീവിതം കൊണ്ട്, പവിത്രമായ ജീവിതം കൊണ്ട് ആർക്കും പോറലേൽപ്പിക്കാത്ത വിധം തന്റെ നാമം അനശ്വരമാക്കാൻ എന്തു വഴിയെന്ന് അന്വേഷിക്കില്ലെങ്കിലും എന്തു വഴിയുണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ട് ആ കുട്ടി. വെളിപാടിന്റെ വെളിച്ചത്തിൽ എന്ന പോലെ തെളിച്ചമുള്ള കഥകളാണ് ബഷീർ എഴുതി വെച്ചത്. ബഷീർ പഠിച്ചതൊക്കെ തന്നെ തലയോലപ്പറമ്പിലെ സ്കൂളിലായി. ആദ്യം മലയാള സ്കൂളായിരുന്നു. പിന്നെ തലയോലപ്പറമ്പിലെ മലയാള സ്കൂളിൽ, പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എത്തുമ്പോഴത്തേക്ക് 1924-25 ഏതാണ്ട് 14 വയസ്സായി കാണും. ആ സമയത്ത് ഈ കുട്ടിയെ വല്ലാതെ ഒരു കാര്യം ആവേശിക്കുകയാണ്. നേരത്തെ ജാഫർ സാർ പറഞ്ഞതുപോലെ, ഷെറിൻ ടീച്ചർ പറഞ്ഞതുപോലെ അക്കാലത്ത് വൈക്കം സത്യാഗ്രഹത്തിന് തീ പിടിക്കുകയായിരുന്നു. വൈക്കം സത്യാഗ്രഹം അയിത്തജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അവകാശത്തിനു വേണ്ടി സമരം നടക്കുകയാണ്. KP കേശവമേനോൻ, TK മാധവൻ തുടങ്ങിയ അവരുടെ നേതൃത്വം, ശ്രീനാരായണപുരം, ഇവരൊക്കെ അവിടെ എത്തിച്ചേരുകയാണ്. അവിടേക്ക് ഈ കുട്ടിയും എത്തപ്പെടുകയാണ്. അവിടേക്ക് പോകുന്നൊന്നും ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകർ ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അതും മുഹമ്മദിനെ അവിടെ പോകുന്നു. അയിത്ത ജാതിക്കാർക്ക് അമ്പലത്തിൽ പോകണമെങ്കിൽ സമരം ചെയ്യാൻ മുഹമ്മദ് പോകണോ എന്നൊരു ചോദ്യം കൂടി അതിലുണ്ടായിരുന്നു. പക്ഷേ മുഹമ്മദിന് മനുഷ്യനാവുക എന്നുള്ളതായിരുന്നു മുഹമ്മദിന്റെ മനസ്സിലുള്ള അതിയായ ആർത്തി. ആ കാലഘട്ടത്തിൽ അവിടെ ഗാന്ധിജി വരികയാണ്. ഗാന്ധിജി വന്നപ്പോൾ ഗാന്ധിജിനെ കാണും. ഗാന്ധിജി മുഹമ്മദിന് വല്ലാത്ത ആവേശമാണ്. അവിടുത്തെ ഹെഡ്മാഷ് സമരത്തിന് പോകുമ്പോൾ ഗാന്ധിജിയെ വല്ലാതെ കൊച്ചു മുഹമ്മദിനെ വല്ലാതെ ഭയപ്പെടുത്തുമായിരുന്നു. പക്ഷേ നന്മയുള്ള കാര്യത്തിൽ, നിറവുള്ള കാര്യത്തിൽ, രാജ്യത്തിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി വിദേശ ശക്തികൾക്കെതിരെ സംസാരിക്കുമ്പോൾ കൊച്ചു മുഹമ്മദ് മനസ്സിൽ കണ്ടത് രാജ്യമാകുന്ന അമ്മയായിരുന്നു. നമുക്കറിയാം, 2 ഉമ്മമാരുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം 2 അമ്മമാർ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം 2 അമ്മമാർ. ഒന്ന് രാജ്യമാതാവ്, ഒന്ന് സ്വന്തം ഉമ്മയും.
ഹുബ്ബുൽ വത്തൻ മിനൽ ഈമാൻ എന്നൊരു ഭാഗത്ത്, അൽ ജന്നത്തുൽ അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്ന് മറ്റൊരു ഭാഗത്ത്. ഉമ്മയുടെ കാൽക്കീഴാണ് സ്വർഗം എന്ന് കണ്ടറിയുന്ന കുട്ടി, രാജ്യത്തിന്റെ മാനവും എന്റെ ഈമാന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്ന ഒരു കുട്ടി. ആ സംഘർഷത്തിൽ അവൻ രാജ്യത്തിന് വേണ്ടി ജീവിതം മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ വെച്ച് അവൻ ഗാന്ധിജിയെ കാണാൻ പോയി. ആ കാന്തിക വലയത്തിലേക്ക് ആകർഷനായ കുട്ടി ഗാന്ധിയെ കൈയോടെ തൊടുകയാണ്, ഒന്ന് പുറംതൊടുകയാണ്. ആ സന്തോഷം ഒരു വീര്യം പകർന്ന വീരസ്മൃതിയായി ആ കുട്ടിയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ അവൻ ഓടി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നമ്മൾ ഗാന്ധിനെ കണ്ട്. ഉമ്മയ്ക്ക് കാര്യമൊന്നും അറിയില്ല. എന്താണ് ഗാന്ധി? സത്യത്തില് ഗാന്ധി എന്നുള്ളത് ഗാന്ധി തന്നെയാണ്, ശോഭ തന്നെയാണ്. ആദർശത്തിന്റെ ആൽരൂപമായ ഗാന്ധിജി, ആ കർമ്മചന്ദ്രൻ, ആ കാന്തിക വലയത്തിലേക്ക് ആ കുട്ടി എടുത്ത് എറിയപ്പെടുകയാണ്, പിടിക്കപ്പെടുകയാണ്. വൈകാതെ നാടുവിടാൻ തീരുമാനിച്ചു. എവിടെയോ സമരം നടക്കുന്നുണ്ട്. കണ്ണൂർ കേളപ്പന്റെ നേതൃത്വത്തിൽ, കോഴിക്കോട് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ. ആരായിരുന്നു അബ്ദുറഹ്മാൻ? നമുക്ക് അറിയാലോ, നമ്മുടെ സ്കൂൾ, നമ്മുടെ കോളേജ് ആ പേരിലാണ്, മുഹമ്മദ് അബ്ദുറഹ്മാന്റെ പേര്. മുഹമ്മദ് അബ്ദുറഹ്മാനാണ് അന്ന് കോഴിക്കോട് കടപ്പുറത്ത് ഗാന്ധിജി ദണ്ഡിക്കടപ്പുറത്തേക്ക് ഉപ്പു സത്യാഗ്രഹ യാത്ര നടത്തുമ്പോൾ കോഴിക്കോട് കടപ്പുറത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നു. മുഹമ്മദ് അബ്ദുറഹ്മാന്റെ കീഴിൽ സമാധാനപൂർണമായ സത്യഗ്രഹ സമരത്തിലേക്ക് കുഞ്ഞു മുഹമ്മദും ചേരുകയാണ്. അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു, കോഴിക്കോട് ജയിലിലിട്ടു. കോഴിക്കോട് ജയിലിൽ നിന്ന് പിന്നെ അങ്ങോട്ട് മാറി കണ്ണൂരിലേക്ക് മാറി. കുറെ കാലം ജയിൽ കഴിഞ്ഞു. അവിടുത്തെ ഭയാനകമായ ചിത്രങ്ങൾ ഈ കുട്ടിയില് പ്രതികാരത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ഭാവത്തെ രൂപപ്പെടുത്തുകയായി. ഗാന്ധി ഇർവിൻ സന്ധിയുടെ അടിസ്ഥാനത്തിൽ ഇവര് ജയിൽ വിമോചനായെങ്കിലും ഈ കുട്ടി നേരെ എറണാകുളത്തേക്ക് വരികയാണ്. എറണാകുളത്തേക്ക് വന്ന കുട്ടി അവിടെ ഒരു തീവ്രവാദ സംഘടനയിൽ പെടുകയാണ്. രാജ്യത്തിനു വേണ്ടി അവരുണ്ടാക്കിയ തീവ്രവാദ സംഘടന, ഭീകരവാദമൊക്കെ പറയാം. ആ സംഘടനയുടെ പേര് വാനരസേന എന്ന. പരിപാടികളാണ്, പോസ്റ്റർ ഒട്ടിക്കുക, രാത്രി പോസ്റ്റർ ഒട്ടിക്കും. ഈ സമയത്ത് അവിടെ ഉജ്ജീവനം എന്നൊരു സൈനുദ്ദീൻ നൈനയുടെ നേതൃത്വത്തിലുള്ള ഉജ്ജീവനം പത്രത്തിന്റെ ഭാഗമായി പത്രത്തിലും വർക്ക് ചെയ്യുന്നു. പ്രതിഷേധ സംഘടനയിലും വർക്ക് ചെയ്യുന്നു. രാത്രി പോസ്റ്റർ ഒട്ടിക്കും, അവരെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കും. ഇതാ ഇങ്ങനത്തെ പോസ്റ്റർ ഉണ്ട് നാട്ടിൽ എന്നൊക്കെ പറഞ്ഞു. അന്ന് അദ്ദേഹം പ്രഭ എന്ന പേരിലാണ് എഴുതി തുടങ്ങിയത്. അക്കാലത്ത് ബോധേശ്വരൻ, മകൾ കേൾക്കുന്ന സുഗതകുമാരിയുടെ അച്ഛനാണ് ബോധേശ്വരൻ. ബോധേശ്വരന്റെ അവതാരികയോട് ധർമ്മരാജ്യം എന്നൊരു പുസ്തകം പുറത്തിറക്കുകയാണ്. അക്കാലത്തെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പത്രമായി. രാത്രി ലഘുലേഖകൾ ഒട്ടിക്കും. ലഘുലേഖകൾ എഴുതുന്നത് മുഹമ്മദ് ബഷീർ എന്ന പേരിലാണ്. മുഹമ്മദ് ബഷീർ എന്ന പേര്. മുഹമ്മദ് ബഷീർ എന്ന തെരയുകയാണ് പോലീസ്. പിടുത്തം കിട്ടുന്നത് ഇത് കുഞ്ഞു മുഹമ്മദ്. ഒരുപാട് അലഞ്ഞു. അവസാനം ഒരുത്തൊന്നും കിട്ടാത്തപ്പോ ഒരു വൈക്കം മുഹമ്മദ് ബഷീറിനെ പിടിച്ച് പോലീസ് പോകുന്നു. പോലീസിന്റെ കയ്യിൽ ഈ ലഘുലേഖകൾ എഴുതിയ ഓനെ കൈ കിട്ടിയാൽ പോലീസ് ഇടിച്ച് വെള്ളാക്കും. അറിയാം, ഇന്നത്തെ പോലീസ് ഒന്നുമില്ല, അന്നത്തെ പോലീസ്. അതിനിടയ്ക്കും പോലീസുകാരുണ്ടായി. അതിനിടയ്ക്കുള്ള പോലീസിനൊക്കെ നിങ്ങൾ അടിയന്തരാവസ്ഥ കാലത്തെ കഥകളിലൂടെ, രാജന്റെ കഥകളിലൂടെ ഒക്കെ കേട്ടിട്ടുണ്ടായി. മക്കളതൊക്കെ അറിയണം. ക്ലാസ് റൂമിൽ നിന്ന് അധ്യാപകർ അതൊക്കെ എപ്പോഴെങ്കിലും സന്ദർഭം പോലെ പറഞ്ഞു തരും. ആ കഥ നടന്നത് നമ്മുടെ NIT ക്യാമ്പസിലായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് രാജൻ എന്ന ചെറുപ്പക്കാരൻ, നക്സലൈറ്റ് ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി ഇടിച്ച് ഒലക്കയിട്ട് ഉരുട്ടുകയാണ് ചെയ്യും. ഒലക്ക അപ്പുറം വെച്ചിട്ട് ഇട്ടുരുട്ടി മസിലൊക്കെ എന്താണ് പൊടിച്ച് വെള്ളാക്കി പഞ്ചസാരയിലിട്ട് കത്തിച്ച് കക്കയം ഡാമിൽ ഒഴുക്കി എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതൊക്കെ വേറെ കഥ. അതുപോലെ ഭീകരമായ സമീപനങ്ങളായിരുന്നു അന്ന് നടന്നത്. പോലീസ് അടിക്കുമ്പോ ബഷീർ പറയും, ഇനി അടിക്കരുത്, അടിച്ചാൽ ഞാൻ നിലവിളിക്കും. അപ്പൊ പോലീസുകാർക്ക് ചിരി വരും. ഇനി അടിക്കുന്നവരും അയാൾ പോയി അടിച്ചോ, അയാൾ കരയില്ല. കരയാത്ത അടികൊള്ളുന്നവൻ മുഹമ്മദ് അബ്ദുറഹ്മാനായിരുന്നു. ആ വീരനായ വീരപുത്രന്റെ ഓർമ്മയിലാണ് കുഞ്ഞുമക്കൾ നമ്മുടെ സ്കൂളിലെ ബെഞ്ചിന് മുകളിൽ ഇരിക്കുന്നത്. ആകാശം നോക്കി സ്വപ്നം കാണുന്നു. ആകാശം നോക്കുന്നത് ഉറക്കം പോക്കാനല്ല, ആകാശം പുതിയ സ്വപ്നങ്ങൾ ഉണ്ടാക്കാൻ. ആകാശം സ്വാതന്ത്ര്യത്തിന്റെ അടയാളമാണ്. പുതിയ സ്വാതന്ത്ര്യത്തിന്റെ മേഖലകളിൽ അടിച്ചമർത്തപ്പെട്ട സമുദായങ്ങൾക്ക്, സമൂഹത്തിന്, സഹോദരങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ അപ്രാപ്യമായ ലോകമുണ്ടെങ്കിൽ അതിലേക്ക് എത്തിക്കാൻ, അവർക്ക് സ്വാതന്ത്ര്യത്തിന് തടയിടുന്ന വസ്തുക്കളെ പിഴുതെറിയാൻ
ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന്, അധർമ്മത്തിനെ തട്ടിമാറ്റി ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുമെന്ന് പറഞ്ഞതുപോലെ എന്ന ഖുർആനിക ശബ്ദം പോലെ അധാർമികതയ്ക്കെതിരെ ധാർമ്മികമായ മുന്നേറ്റത്തിലേക്ക് നിങ്ങൾ സ്വപ്നം കാണാനാണ് നമുക്ക് ക്ലാസ് മുറികൾ. നമുക്ക് ഇങ്ങോട്ട് വരാം. അങ്ങനെ എന്ത് ചെയ്യാണ്? അവിടുന്ന് ജയിലിൽ നിന്ന് വിമോചിതരായപ്പോൾ അവര് എറണാകുളത്ത് എത്തുകയാണ്. എറണാകുളത്ത് നിന്ന് പത്രം പ്രസിദ്ധീകരിച്ചു. ആ പത്രത്തിൽ എഴുതി, ഈ ഒരു കുട്ടിയെ പിടിച്ച് പോലീസ് പോയി, മുഹമ്മദ് ബഷീറിന് ഈ കുട്ടീൻ്റെ ഉള്ളിൽ വല്ലാത്ത സങ്കടം ഉണ്ടായെന്നു. നൈന അദ്ദേഹത്തെയാണ് എഴുതി. നൈന പറയുകയാണ്, മുഹമ്മദെ പിടിച്ചുകൊണ്ടുപോയ കാര്യം അബദ്ധമാണ്, ഓനെ പോലീസ് തവിട് പൊട്ടിയത്. അപ്പൊ ഞാനത് ഏറ്റെടുക്കാൻ പോകണം. അത് അവനല്ല, അത് അവനാണെങ്കിൽ യഥാർത്ഥ വൈക്കം മുഹമ്മദ് ബഷീർ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ മുഹമ്മദ് ബഷീർ പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ നൈനയ്ക്ക് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന പത്രാധിപൻ നൈനയ്ക്ക് പ്രയാസം തോന്നി. മുഹമ്മദെ, ഇവിടെ നിൽക്കുന്ന പന്തിയില്ല, ഇനി മുഹമ്മദ് ബഷീറൊക്കെ ആയിരിക്കും. കുഞ്ഞി മുഹമ്മദ് വൈക്കം മുഹമ്മദ് ബഷീറായി തീർന്നു, ശരിയാണ്. പക്ഷെ പെട്ടെന്ന് ഇവിടുന്ന് നാട് വേണം മോനി എന്ന് പറയുന്നു. അദ്ദേഹം കൈമേലൊരു വാച്ചൂരി ഈ കുട്ടിക്ക് ചെറുപ്പക്കാരനെ കൊടുക്കുകയാണ്. അയാൾ അത് വിറ്റ പൈസക്ക് തന്നെയാണ് കണ്ണൂരേക്ക് വണ്ടി കയറി. കണ്ണൂരിൽ നിന്ന് കൊർഗിലേക്ക് പോയി. കൊർഗിൽ നിന്ന് ബോംബെ, പുന, അങ്ങനെ ഹൈദരാബാദ്, കൽക്കട്ട, അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് പോയി. ആ സഞ്ചാരപാതകളിൽ വെച്ച് അദ്ദേഹം ബാല്യകാല സഖിയുടെ ഇംഗ്ലീഷ് പതിപ്പ് എഴുതാൻ നോക്കുകയാണ്. അതില് ബലികാസിന്റെ പ്രയോഗമുണ്ട്. വയലിൽ പണിയെടുക്കുന്ന ബാപ്പ ഒന്നും മേലനങ്ങാത്ത ബഷീറിനോട് പറയുന്നുണ്ട്, ബഷീറെ, കുഞ്ഞു മുഹമ്മദെ എന്ത് ചെയ്യണമെങ്കിൽ ഇനി പോയി നാടൊക്കെ ചുറ്റി പോയി വാടാൻ. അങ്ങനത്തെ ഒരു പ്രയോഗം എവിടെയുണ്ട്? ബാല്യകാല സഖിയിലെ ബാപ്പ അവിടുത്തെ മജീദിനോട് പറയുന്നുണ്ട്. മജീദ് തോരാനെ പോലും മറന്ന് നാട് വിട്ടു പോവുകയാണ്. അതുകൊണ്ടാണ് തന്റെ ജീവിത കഥകളുടെ ഇടപെടൽ ഈ കഥയിലും കാണാൻ കഴിയുമെന്ന് ഓരോ സന്ദർഭത്തെയും വെച്ചുകൊണ്ട് നിരൂപകന്മാരൊക്കെ പറയുന്നുണ്ട്. മാഷ് പറഞ്ഞു നീട്ടുന്നില്ല. എന്നാലും ലോകം മുഴുവൻ സഞ്ചരിച്ച അദ്ദേഹം അവിടെ വെച്ച് പല വേഷങ്ങളിൽ എത്തി. കുറച്ച് ഇന്ദ്രജാലക്കാരനായി, കൈനോട്ടക്കാരനായി, പാചകക്കാരനായി, കുറെ സന്യാസിമാരുടെ കൂടെ നടന്നു, കുറെ സൂഫിസ്റ്റുകളോട് നടന്നു. സൂഫിസൊക്കെ മക്കൾ അറിയുണ്ടാവും. ഇസ്ലാമികമായ ചിന്തകളും ഭാരതീയമായ സന്യാസധാരകളും ചേർന്നുകൊണ്ടുള്ള ഒരു സമ്മിശ്രമായ ഒരു ദൈവാന്വേഷണ യാത്രയാണ് സൂഫിസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹമാണ് ലോകസഞ്ചാരമൊക്കെ നടത്തി നാട്ടിൽ വരികയാണ്. നമുക്കറിയാം ലോകസഞ്ചാരം ചെയ്ത സാഹിത്യകാരൻ നമുക്കറിയാം. 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയാം, 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയാം, 8ലെ കുട്ടികൾക്ക് അറിയാം. അതാരായിരുന്നു? സഞ്ചാര സാഹിത്യകാരൻ മലയാളത്തിന്റെ. മക്കളൊക്കെ മനസ്സിൽ പറഞ്ഞു തുടങ്ങി വരുന്ന, ചുണ്ടിലേക്ക് വാക്ക് വരുന്ന എസ്.കെ. പൊറ്റക്കാടുകൾ. പക്ഷെ എസ്.കെ. പൊറ്റക്കാട് ഓരോ ദേശത്ത് പോകുന്നവരും സാഹിത്യകാരനുള്ള പരിഗണന കിട്ടിയിരുന്നു. പക്ഷെ ഇദ്ദേഹം യാചകനായും പാത്രം കഴുകുന്നവനായും ഭക്ഷണം തേടുന്നവനായിട്ടും കൈനോട്ടക്കാരനായിട്ട് ഇന്ദ്രജാലക്കാരനൊക്കെ തെരുവുകളിൽ യാത്രാപഥങ്ങളിൽ സാധാരണക്കാരന്റെ ജീവിതത്തെ, ധർമ്മസങ്കടത്തെ, വിശപ്പിനെ, പ്രണയത്തെ, രോഗത്തെ, വേദനകളെ എല്ലാറ്റിനെയും ഒപ്പിയെടുത്ത് ജീവിതത്തെ തൊട്ടറിഞ്ഞുകൊണ്ടാണ് ഈ നാട് ചുറ്റി വന്നിട്ട് എഴുതാനായിരുന്നത്. അങ്ങനെ ലോകമാകെ അലഞ്ഞു തിരിഞ്ഞു വന്നു ഇച്ചിരി പിടിയോളം പോകുന്ന അനുഭവങ്ങളെ കടഞ്ഞെടുത്ത് കഥയാക്കിയപ്പോൾ സകല വേദനകളെയും ഹാസ്യാത്മകമായി കഥകളിൽ പൊതിഞ്ഞു ചോദ്യങ്ങളും ചേർത്ത് കാലത്തിന് സമ്മാനിച്ചപ്പോൾ വായനക്കാരൊക്കെ എന്താണ് അത് വല്ലാതെ ആ കഥ പറച്ചിലിനെ ഒരു നവ്യാനുഭവമായി ഏറ്റെടുക്കുകയായിരുന്നു. ജയകേരളം പത്രത്തിന് അദ്ദേഹം പോയി നാട്ടിൽ വന്നതിന് ശേഷം എനിക്കൊരു ജോലി തരും. അവിടുത്തെ പയ്യനാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറയാണ്, ഇവിടെ ജോലിയൊന്നുമില്ല, നിങ്ങൾ കുറച്ച് കഥ എഴുതി കൊണ്ടുവന്ന പൈസ തരാം. അവിടെ കുത്തുന്ന കഥ എഴുതുകയാണ്. അത് തങ്കം, എന്റെ തങ്കം എന്ന കഥയാണ്. എന്റെ തങ്കം. അന്ന് ഒരണ കൂലി കിട്ടുകയാണ്. ഒരണയാണ് കൂലി കിട്ടിയത്. ആ അണ കൂലി കിട്ടിയത് തങ്കം എന്ന കഥയാണ്. കഥാപാത്രങ്ങൾ നോക്കും. നിലവിലുണ്ടായിരുന്ന കഥാപാത്രങ്ങളൊക്കെ തന്നെ സുന്ദരന്മാരും സുന്ദരികളുമായ നായകനും നായികയൊക്കെയായി. എന്നാൽ വിരൂപികളായ കഥാപാത്രങ്ങളാണ് തന്റെ കഥാനായകന്മാരായിട്ട് ഇദ്ദേഹം പലപ്പോഴും മുന്നോട്ട് വെച്ചത്. കാണാൻ സൗന്ദര്യമില്ലാത്ത, ആരോഗ്യമില്ലാത്ത, ഭക്ഷണമില്ലാത്ത, പണമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത പിച്ചക്കാരനായ ഒരു നായകനും നായികയുമായിരുന്നു എന്റെ തങ്കം എന്ന കഥയിൽ. വിമർശനങ്ങൾ നിറഞ്ഞ ചോദ്യങ്ങളെ ഹാസ്യാത്മകമായി പൊതിഞ്ഞു വെച്ചുകൊണ്ട് കഥയിലൂടെ കാലത്തിന് സമ്മാനിക്കുന്ന മന്ത്രവാദിയായ ഇന്ദ്രജാലക്കാരനായ കഥാകൃത്തായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ. നിലനിന്ന കഥകളിലെ നായകന്മാരെയൊക്കെ തന്നെ മാറ്റി മറിച്ചുകൊണ്ടാണ് അദ്ദേഹം കഥകൾ എഴുതിയത്. അലഞ്ഞു തിരിഞ്ഞ തീരങ്ങൾ,
ആടിത്തീർത്ത വേഷങ്ങളും കഥയിലേക്ക് പകർത്തി വെച്ചപ്പോൾ അതും സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയും മണ്ടമുത്തപ്പയും എട്ടുകാലി മമ്മൂഞ്ഞും ആനവാരിയും പൊൻകുരിശും പിന്നെ നിസാർ അഹമ്മദും പിന്നെ പാത്തുമ്മയും സുഹറയും സൈനബയും സാറാമയും നാരായണിയും ഒക്കെ തന്നെ എന്ത് ചെയ്യാൻ കഥയിലേക്ക് ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. അവരിടയ്ക്ക് കഥയിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നത് കഥ വായിച്ച ആളുകൾ ചുറ്റും നോക്കുമ്പോഴാണ് അത് ഇയാളല്ലേ അത് അയാളല്ലേ എന്ന്. അത് കഴിയുമ്പോൾ ആളുകൾ പിന്നെയും പുസ്തകം വായിക്കുമ്പോൾ കഥയിലേക്ക് ആ കഥാപാത്രങ്ങൾ കയറി വരും. വായിക്കുന്ന വായനക്കാര് ഈ കഥാപാത്രങ്ങളിൽ അവർക്ക് ചുറ്റുമുള്ള ജീവനുള്ള കഥാപാത്രങ്ങളുടെ മുഖം കാണും. അങ്ങനെ കഥയിൽ നിന്ന് നാട്ടിലേക്കും നാട്ടിൽ നിന്ന് കഥയിലേക്കും ജീവിതത്തിലേക്കും വായനയിലേക്കും കണ്ണിലേക്കും ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും നടന്നും പറഞ്ഞും പറന്നും കൊണ്ടിരുന്ന കഥാപാത്രങ്ങൾ ബഷീർ കാലം കഴിഞ്ഞിട്ടും ആ കാലം കഴിഞ്ഞെന്ന് അംഗീകരിക്കാതെ മലയാളികൾ മനസ്സോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവനിട്ട് സ്വന്തം പ്രാണങ്ങളെടുത്തോളം കാലം ഓർമ്മ നഷ്ടപ്പെടുത്തോളം കാലം ഓവനിക്കുന്ന ചിത്രങ്ങളായിട്ട് ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. ജീവിതത്തിന്റെയും ചരിത്രത്തിന്റെയും യാഥാർത്ഥ്യങ്ങൾ ബഷീർ പറഞ്ഞു. ഞാനാണ് കഥ, ഞാൻ എഴുതുന്ന ഭാഷ, ഞാൻ കൊണ്ട ചവിട്ടും തെറിയുമാണ് സ്വാതന്ത്ര്യം, അതിന്റെ അനുഭവങ്ങളുടെ സാകില്യമാണ് തത്വചിന്ത. അങ്ങനെ ഉണർവുള്ള കലാകാരന്റെ ജീവിതമാണ് ചരിത്രം എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ചരിത്രം പലപ്പോഴും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉറക്കം തുണികളായ ചരിത്രകാരന്മാർ കാലത്തെ വളച്ചൊടിക്കാറുണ്ട്. കാര്യങ്ങൾ നേടാനും കാര്യങ്ങളെ ഒളിപ്പിച്ചും കളയുന്ന കള്ളന്മാരും ചരിത്രമെഴുതി കാലത്തെ വിഡ്ഢികളാക്കാറുണ്ട്. എന്നാൽ ഉണർവുള്ള സാഹിത്യകാരന്റെ ജീവിതം തന്നെയാണ് ചരിത്രം എന്നത് തന്റെ കഥകൾ കൊണ്ടും ജീവിതം കൊണ്ടും സമാന്തരമാക്കി വെച്ചുകൊണ്ട് ബഷീർ പറയുന്നു. ജീവിക്കുന്നതെല്ലാം കഥയാണെന്നും പറയുന്നതെല്ലാം ഭാഷയാണെന്നുള്ള ആ തിരിച്ചറിവാണ് ബഷീറിന്റെ കഥകൾക്ക് അതിരുകളില്ലാത്ത വിസ്താരം സമ്മാനിച്ചതെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ബഷീറിനെ അതുകൊണ്ടാണ് കാടായിത്തീർന്ന ഒറ്റമരമെന്ന ഒരു പ്രയോഗം, കാടായിത്തീർന്ന ഒറ്റമരമെന്ന പ്രയോഗം അത് മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന പുസ്തകത്തിൽ എം.എൻ. വിജയൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒടുങ്ങാത്ത നാട്ടുനാമങ്ങളുടെ പൊരുളുകൾ കണ്ടറിഞ്ഞ തൊട്ടറിഞ്ഞ അനുഭവപ്പെടുത്തിയ കഥാകാരനാണ് ഇദ്ദേഹം. നാടൻ ശൈലിയും നാടൻ പ്രയോഗങ്ങളും അദ്ദേഹത്തിന്റെ കഥകൾ നിറഞ്ഞു നിൽക്കുന്നു. ഒരിക്കലും അത് സംസ്കൃതത്തിനോ ഇംഗ്ലീഷിനൊന്നും എതിരായിരുന്നില്ല. അത്തരം പ്രയോഗങ്ങൾ നമുക്ക് അതിൽ കാണാൻ കഴിയും. വ്യാകരണം ഭാഷയെ തള്ളിക്കളിയായിരുന്നില്ല. വ്യാകരണത്തിന്റെ അതിപ്രസരം ഭാഷയിൽ ചെലുത്തിയ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ബോധപൂർവമായ ഒരു അവഗണനയായിരുന്നു ഇദ്ദേഹം നടത്തിയത്. ആഖ്യാതവും തേടി നടന്നു പോകുന്ന അനുജന്റെ മുന്നിൽ അതിനൊക്കെ അപ്പുറത്ത്, എന്നാൽ നിസാർ അഹമ്മദിന് മുന്നിൽ അതിനൊക്കെ അപ്പുറത്ത് തന്നെയാണ് ഒരു പുതിയ ഭാഷാതലം. വ്യാകരണത്തിനപ്പുറത്ത് പച്ച മലയാളത്തിന്റെ, പച്ച മനുഷ്യന്റെ, പച്ച മണ്ണിന്റെ കാവ്യഭാഷ പോലെ കഥാഭാഷ പകർത്തി വെച്ചുകൊണ്ട് ഇദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീർ നിറയുകയായിരുന്നു. ഭാഷയിലെ ഭാവനയാണ് സാഹിത്യമെങ്കിൽ സാഹിത്യത്തിന്റെ ലാളിത്യമായിരുന്നു ബഷീറിന്റെ ജീവിതമെന്നും കഥകളെന്നും നമുക്ക് കാണാൻ കഴിയും. വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ കഥകളിൽ ദാഹവും പ്രണയവും വിശപ്പും വിയർപ്പും കലഹവും വാത്സല്യവും ഒക്കെ ഉണ്ടായിരുന്നു. എത്ര കഥകൾ പറയുമ്പോഴും അതിലൊന്നും തന്നെ ഒരിക്കലും ദുഷ്ട കഥാപാത്രങ്ങൾ കടന്നു വന്നിരുന്നില്ല. ദുരിതങ്ങളെ സ്നേഹം കൊണ്ട് അതിനെ കീഴടക്കാൻ, മയപ്പെടുത്താൻ, മനസ്സിലേക്ക് ചേർത്ത് വെക്കാൻ അതേ ഒരു മാന്ത്രികമായ സിദ്ധി ഉണ്ടായിരുന്നു. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എന്റെ ഉപ്പൂപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന കഥയിൽ നിസാർ അഹമ്മദിന്റെ ചോദ്യം. ഒരർത്ഥത്തിൽ അതിലൊക്കെ തന്നെ ബഷീർ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. വെളിച്ചത്തിനെന്ത് വെളിച്ചം? ആ കാലഘട്ടത്തിൽ സമൂഹം അനുഭവിച്ച അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ക്രൂരമായ ഇരുട്ടിനെ പ്രതിരോധിക്കാൻ, അതിനെ പൊളിച്ചെഴുതാൻ ബഷീർ കാണിക്കുന്ന ആ വിപ്ലവ നവോത്ഥാന ബോധം തന്നെയാണ് വെളിച്ചത്തിനെന്തൊരു വെളിച്ചം എന്നുള്ള ചോദ്യം ഉണ്ടാക്കിയത്. പൂവിൽ നിന്ന് കുസുമേ കുസുമോത്പത്തി എന്നൊരു പ്രയോഗം കാളിദാസൻ നടത്തിയിട്ടുണ്ട്. വെളിച്ചം പ്രധാനമാണ്, പ്രത്യേകിച്ചും ഇസ്ലാം. നൂറ് മിനൽ ദുലുമാത്തി ഇല നൂർ എന്നുള്ളത് പ്രാർത്ഥനയാണ്. ഞങ്ങൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകണം. ഏതാണ് ആ വെളിച്ചം? ആ വെളിച്ചമാണ് മക്കൾ തെളിച്ചത്തിലൂടെ പഠനത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസമാണ് ആ തെളിച്ചം ഉണ്ടാക്കുന്നത്. ആ തെളിച്ചത്തിന് വിദ്യാഭ്യാസം ഫർലാണ്, സുന്നത്താണ്.
തൊല്ലബിൽ ഇൽമി ഫരീലത്തുൻ അലാ കുല്ലി മുസ്ലിമത്തുൻ എന്നൊരു ഹദീസ് വചനമുണ്ട്. വിദ്യാഭ്യാസം നിർബന്ധിതമാവുകയാണ്. വിദ്യാഭ്യാസം നിർബന്ധിതമാക്കുന്നത് മനസ്സിലെ ഇരുട്ട് മാറ്റാനാണ്, വെളിച്ചത്തെ കൊണ്ടുവരാനാണ്. പലതരത്തിലെ വെളിച്ചമുണ്ട്. അകമനസ്സിലെ വെളിച്ചത്തിന് ഭൗതികമാത്മീയമായ അറിവ് ആവശ്യമാണ്. അവിടെയാണ് ദൈവചിന്ത വരുന്നത്. ദൈവത്തെ എന്നാണ് ദൈവചിന്തയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ആ ദൈവചിന്തയാണ് ബഷീറിനെ ഏകലോകം എന്ന സങ്കല്പത്തിലേക്ക് നയിക്കുന്നത്. രണ്ട് പുഴകൾ ഒന്നും എത്രയാണെന്ന് ഉസ്താദ് ചോദിച്ചപ്പോൾ കണക്കറിയാത്ത മജീദ് ജീവിതം തൊട്ട് പറഞ്ഞു കൊടുത്തത് ഒന്നും ഇമ്മിണി ബല്യൊന്നാണ് ഉസ്താദ് എന്നാണ്. കിട്ടിയ അടി. ഉസ്താദിന് കാര്യം അറിയാഞ്ഞിട്ടല്ല, നിയന്ത്രിതമായ പഠന വ്യവസ്ഥയിൽ ഒന്നും രണ്ടാണ്. പക്ഷെ ആ കലയുടെ, സത്യത്തിന്റെ, പ്രകൃതിയുടെ, സ്നേഹത്തിന്റെ കലാസിദ്ധാന്തം ഒന്നും രണ്ടല്ല. ചേരാത്ത ഒന്നുകളാണ് രണ്ട്. ചേർന്ന് കഴിഞ്ഞാൽ അത് വലിയ ഒന്ന് തന്നെയാണ്. പക്ഷെ അതിൽ പറഞ്ഞു നിർത്തുകയാണ്. ഈ വലിയ ഒന്നിലേക്ക് നമുക്കൊക്കെ ചേരാൻ കഴിയണം. അതിനാണ് 8ാം ക്ലാസ്സിൽ വിഷ്ണുനാരായണൻ നമ്പൂരിയുടെ ഒരു കവിത, ബഷീറിന്റെ കവിത വെച്ചുകൊണ്ട്, നമുക്ക് ബഷീറെ അങ്ങ് കാലത്തിന് സമ്മാനിച്ച ഈ കലാസിദ്ധാന്തം ഒരു പൊഴിയും ചേർന്ന് വലിയൊരു പൊഴിയാകുന്ന ആ കലാസിദ്ധാന്തം എന്തുകൊണ്ടാണ് നാടി തിരിച്ചറിയാൻ കഴിയാത്തത്? അപ്പുറം മുസ്ലിമും ഇപ്പുറത്തെ ഹിന്ദുവും സിഖും പാഴ്സിയും ജൈനനും ബുദ്ധനും ഒക്കെ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് പല പുഴകളായി വേർപെട്ടുപോയത്? ഒരേ പടച്ചോലിന് രൂപം കൊണ്ട ഒരേ പ്രവാഹത്തിന്റെ, ജൈവപ്രവാഹത്തിന്റെ ഭാഗമാണെങ്കിൽ നമ്മളൊക്കെ ഒരേ ഉമ്മത്തിന്റെ ഭാഗമാണെന്ന് നമ്മെ കവിത ജീവിതം പഠിപ്പിച്ചു തരികയാണ്. ഒരേ ഉമ്മത്തിന്റെ ഭാഗമാണ് നമ്മൾ. അങ്ങനെ മാനവികമായ ഏകോദര സഹോദര്യത്തിന്റെ ഭാഗമായി നമ്മൾ വളരാനാണ് ആ കഥ തന്നെ പറഞ്ഞു തരുന്നത്. ഒട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടിയുടെ ഉള്ളിന്റെ ഉള്ളിൽ തോന്നിയ കഥയാണ് നമ്മുടെ വൈലോപ്പള്ളി. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിണങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന് ചേർത്ത് പറഞ്ഞത്. ഉസ്താദിനും അച്ഛനും അമ്മയ്ക്കും ബാപ്പയ്ക്കും നാടിനും നേതാക്കൾക്കും ഒക്കെ കണ്ടെത്തുന്നതിന് അപ്പുറത്ത്, കണ്ടെത്താൻ അറിയാത്തത് എന്നല്ല, അതിനു മുമ്പേ കാര്യങ്ങളെ കൂട്ടി വായിച്ച നിഷ്കളങ്കനായ ഒരു കുഞ്ഞ് ദൈവത്തിന്റെ വരസിദ്ധിയുള്ള പ്രവാചക ദൗത്യമാണ് കാട്ടിയത്. ഒന്നും ചേർന്നാൽ എന്നാണ് വലിയ ഒന്നായി. അങ്ങനെ ഒരു ആനന്ദ കടലായി തീരാൻ കാലത്തെ നിർബന്ധിക്കുന്ന, ബഷീർ ചിന്തകളോട് ചേർന്ന് കാലത്തെ നിർബന്ധിക്കുന്ന കവിതയാണ് മക്കൾ 8ാം ക്ലാസ്സിൽ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കവിത പരിചയപ്പെടുന്നത്. ഇമ്മിണി ബല്യൊന്ന്. പക്ഷെ പറഞ്ഞു വന്നത് ജീവിതത്തിന്റെ അവസ്ഥയാണ്. ലാളിത്യത്തിന്റെ തത്വശാസ്ത്രമാണ് പാത്തുമ്മയുടെ ആട് മെച്ചപ്പെടുത്തി തരുന്നത്. എല്ലാ തടവറകളിലും നമുക്കൊരു പൂന്തോട്ടം ഉണ്ടാക്കാമെന്ന് കാട്ടിത്തന്നത്. ഏത് പ്രതിസന്ധിയിലും നമ്മുടെ മനസ്സിലെ നന്മ കൊണ്ട് അനുഭൂതികളെ, ആനന്ദങ്ങളെ വിരിയിച്ചെടുക്കാനാവുമെന്ന് പറഞ്ഞു തരികയാണ്. ചേർത്ത് വായിക്കുന്നത് നമ്മൾ കൊറോണ കാലത്താണ്. ഈ കൊറോണ കാലത്ത് നമ്മൾ തടവറയിലാണ്. ഇല്ല മാഷ് ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മണാശ്ശേരി സ്കൂൾ, MMO MKH MMO സ്കൂൾ ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ, ഞങ്ങളുടെ ക്ലാസ് മുറി ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ, ഞങ്ങൾ ആവുന്നതുപോലെ ഈ സാങ്കേതിക വിദ്യയിലൂടെ നിങ്ങൾ പകരുന്ന സ്നേഹത്തെ തൊട്ടറിയുകയാണ്. ഞങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ. ഞങ്ങളുടെ വേദന ചോദിച്ചറിയാൻ സ്കൂളുണ്ടല്ലോ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരുണ്ടല്ലോ. നമുക്കെന്താണ് ഓരോ തടവറയിൽ വെച്ചും നമുക്ക് ഓരോ പൂന്തോട്ടം ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് ഓരോ പ്രയാസങ്ങളുണ്ട്, ഓരോ പനിനീർ മുള്ളുകളുണ്ട്. പക്ഷെ അതിനൊക്കെ മാറ്റിവെച്ച് ആനന്ദത്തിന്റെ, അനുഭൂതികളുടെ, സന്തോഷത്തിന്റെ, പങ്കുവെക്കലിന്റെ, സമാധാനത്തിന്റെ, ആത്മസംതൃപ്തിയുടെ, സ്വപ്നങ്ങളുടെ പുതിയ പനിനീർ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള പാഠങ്ങളാണ്. പോയ ജയിലറയ്ക്കുള്ളിലൊക്കെ തന്നെ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ബഷീർ നമുക്ക് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നത്. നമുക്ക് അങ്ങനെയൊക്കെ ആയിത്തീരാൻ കഴിയണം. ഓരോ കഥകൾ നോക്കുമ്പോഴും പിറന്നാൾ ദിവസത്തിൽ അനുഭവിച്ച തീരാത്ത വിശപ്പിന്റെ കഥയുണ്ട് ജന്മദിനത്തിൽ ബഷീർ പറഞ്ഞു തരുന്നു. ഒരു മനുഷ്യൻ എന്ന കഥ. ഇങ്ങനെ നാട് വിട്ടു പോകുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞ ശേഷം തന്റെ കീശയിൽ എന്തില്ല, പേഴ്സില്ല. പേഴ്സ് നഷ്ടപ്പെട്ടു പോയി. തന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയെന്ന് ഹോട്ടലുകാരോട് പറയുമ്പോൾ ഇത് പഠിച്ച കളറാണെന്ന് പിടിച്ചു വെക്കുകയും അണിഞ്ഞ വസ്ത്രത്തെ മാറ്റി വെച്ചുകൊണ്ട് ഇവരെന്താണ് അടിവസ്ത്രം പോലെ ഇടണ്ടോ തീരുമാനിക്കുന്ന ആ ദുർഘട ഘട്ടത്തിലേക്ക് ഒരാൾ കയറി വരികയാണ്. സാരമില്ല, എന്താണ് സംഭവം? ഇയാൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചായ കുടിക്കുക, ഭക്ഷണം കഴിക്കുകയാണ്, എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, അത് പോയി. സാരമില്ല, താങ്കളുടെ പൈസ ഞാൻ കൊടുക്കാം. അയാൾ കൊടുക്കുകയും കൂട്ടിക്കൊണ്ടുപോയിട്ട് ചോദിക്കുകയാണ്, സുഹൃത്തെ ഇതിലേതായിരുന്നു എന്റെ പേഴ്സ്? കള്ളനായി ജീവിക്കേണ്ടി വന്നൊരു മനുഷ്യന്റെ ഉള്ളിൽ ഒരിക്കലും കലവീഴാത്ത സ്നേഹത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും അവശേഷിപ്പുകൾ ഉണ്ട് എന്ന് കാട്ടിത്തരികയാണ്. ജീവിതത്തിന്റെ ദുർഘടഘട്ടത്തിൽ
തെറ്റായ വഴികളിലേക്ക് സഞ്ചരിക്കേണ്ടി വന്നാലും അവന്റെ ഉള്ളിലൊക്കെ എന്നാണ് ഒരു നിർമ്മലമായ മനസ്സുണ്ടെന്ന് കാട്ടിത്തരികയാണ് ആ കഥയൊക്കെ തന്നെ. പിന്നെ തടവറകളിൽ പൂന്തോട്ടം, കാണാതെ പോയ ജീവിതത്തിന്റെ അവസ്ഥകൾ, കൂടിച്ചേരുന്ന അവസ്ഥയാണ് നമ്മളെന്താണ് കൂടിച്ചേരുകളുടെ അനിവാര്യതയാണ്. ഏക ലോകത്തിന്റെ മഹത്തായ സന്ദേശങ്ങളാണ് നമ്മുടെ ബാല്യകാല സഖിയുടെ ഇമ്മുണി ബല്യൊന്നിൽ പറഞ്ഞു തന്നെങ്കിൽ, പ്രണയിക്കാൻ കാശ് കൊടുത്ത് ഒരു കാമിനിയെ കടം വാങ്ങുകയും അവൾ അറിയാതെ കരളിന്റെ ഭാഗമായി തീരുകയും, അങ്ങനെ കേശവൻ നായരുടെയും സാറാമ്മയുടെയും ഒരു ജീവിത കഥ പറഞ്ഞു തരുമ്പോൾ നമുക്കുണ്ടാകുന്ന കുഞ്ഞിനെന്ത് പേരിടണം? കേശവൻ നായർ ക്രിസ്ത്യാനിയാണ്, നായരാണ്, സാറാമ്മ ക്രിസ്ത്യാനിയാണ്. ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും കല്യാണം കഴിക്കുക. ഇപ്പൊ ഒരു കല്യാണം നടന്നാൽ അടിച്ചു കൊല്ലാൻ പുരക്കാരുണ്ട്, അല്ലെങ്കിൽ പുരക്കാര് കൊടുക്കുന്ന കൊട്ടേഷൻ ടീമുണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ നിന്നാണ് അടിച്ചു കൊല്ലാൻ ചോദിക്കുന്ന കുറെ പുതിയ ആളുകളുമുണ്ട്. സ്നേഹിക്കുന്ന മനസ്സുകൾക്ക് ചേർന്ന് നിൽക്കാൻ മതങ്ങളും ഒന്നും തടസ്സമല്ലാത്ത ഒരു കാലത്തിന്റെ സ്വപ്നമാണ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കേശവൻ നായരുടെയും സാറാമ്മയുടെയും കഥയിലൂടെ പറഞ്ഞു തന്നു, മക്കൾക്ക് എന്ത് പേരിടണം, എന്ത് പേരിട്ടാൽ ഓം ക്രിസ്ത്യാനിയാകൂ, ഓ മുസ്ലിം ആകൂ, ഓ നായരാകൂ, നസ്രാണിയാകൂ, ഈടെ വരാമെന്നൊക്കെ ചോദിക്കുന്ന മുമ്പ് അവരൊരു കണ്ടുവച്ചൊരു പേര് ആകാശ മിഠായി എന്നാണ്. ജീവിത മധുരത്തിന്റെ അത്രയും സുഖകരമായ അവസ്ഥ മിഠായിയുടെ മധുരം. അതിരുകളില്ലാത്ത ആകാശത്തിന്റെ ആനന്ദകരമായ സുന്ദര ലോകം ആ കുഞ്ഞിന് സമ്മാനിക്കുന്ന നാമം ആകാശ മിഠായി. എന്തെല്ലാം പേരുകളാണ്! ഓരോ പേരും എപ്പോഴും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ലോകമായിരുന്നു അദ്ദേഹം കൊണ്ടുപോയത്. ആരെയും ആക്ഷേപിച്ചിരുന്നില്ല. സമൂഹത്തിന് കളിയാക്കി ചിരിക്കാൻ അവസരം ഉണ്ടാകുമ്പോഴും ആ കളിയാക്കപ്പെടുന്നവന്റെ ഉള്ളിൽ നേരത്തെ നിർമ്മലമായ ഒരു മനസ്സുണ്ടെന്ന് കാട്ടിത്തരുമ്പോൾ, ജീവിത വിശുദ്ധിക്ക് സൗന്ദര്യമല്ല, ലാവണ്യമല്ല, ഹൃദയ സൗന്ദര്യമാണ് അനിവാര്യമായി വരുന്നതെന്ന് കഥയിലൂടെ പറഞ്ഞു തരികയായിരുന്നു അദ്ദേഹം. പ്രിയപ്പെട്ട മക്കളെ, നേരെ നീങ്ങുകയാണ്. ഇപ്പൊ 9:45 ടീച്ചറിനോട് പറഞ്ഞത് 10-15 മിനിറ്റ് മാഷ് വരണമെന്നാണ്. പക്ഷെ നിങ്ങളോട് കഥ പറയുമ്പോൾ, പണ്ടൊക്കെ ഇടയ്ക്ക് നിങ്ങളെ കാണാൻ വരുന്ന എനിക്ക്, നിങ്ങളെ കണ്ടില്ലെങ്കിലും നിങ്ങൾ അവിടെ എവിടെ ഉണ്ടെന്ന് തോന്നൽ വരുമ്പോ പറഞ്ഞു പോവുകയാണ്. മാഷ് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നിങ്ങൾ ഒരുപാട് കഥകളും പാട്ടുകളും ഒക്കെ തീരാനും കേൾക്കാനും ഉണ്ട്. എന്നാലും മാഷ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇനിയും വായിക്കണം. വായിച്ച് മലയാള സാഹിത്യത്തിന്റെ പടവുകൾ കയറി വരുന്ന ഏതൊരാൾക്കും ബഷീറിന്റെ ലോകം ഏറെ പ്രിയപ്പെട്ടതായിരിക്കുമെന്ന് ഉറപ്പാണ്. അതില് അറിയുന്ന ആളുകൾക്ക് ആർമാദിക്കാനുള്ള ഇടമുണ്ട്, തുള്ളിച്ചാടാനുള്ള ഇടമുണ്ട്. അറിയാത്തവർക്ക് കയറിപ്പോകാൻ ഞങ്ങൾ അധ്യാപകർ നിങ്ങൾ കുഞ്ഞുമക്കളെ സമേതം കുടുംബസമേതം നിർബന്ധിക്കുകയാണ്. ഒരു കുഞ്ഞു ചിലപ്പോൾ വായിച്ചെന്ന് വരില്ല. അമ്മയോ ബാപ്പയോ ഉമ്മയോ അച്ഛനോ നിർബന്ധിക്കണം, എടാ കുട്ടാ വായിച്ചോ. അങ്ങനെ വായന ഒരു പുതിയ പുസ്തകം തുടങ്ങിയിട്ടില്ലെങ്കിൽ മലയാള പുസ്തകത്തിൽ നിന്നും, മലയാളത്തിൽ എഴുതിപ്പെട്ട ടെക്സ്റ്റ് പുസ്തകത്തിൽ നിന്നും തുടങ്ങട്ടെ. മക്കളെ വീട്ടിൽ നിന്ന് ഒച്ചത്തിൽ വായിക്കാൻ നിങ്ങൾ നിർബന്ധിക്കണം. രക്ഷിതാക്കളോട് അടുപ്പത്തോടെ പറയണം. രക്ഷിതാക്കൾ ഇല്ലെങ്കിൽ മക്കൾ കേൾക്കാൻ പറയാണ്. നിങ്ങൾ നിർബന്ധമായി ശബ്ദത്തിൽ വായിക്കണം. പ്രത്യേകിച്ച് നമുക്ക് സ്കൂൾ ഇല്ലാത്തതാണ്. എല്ലാ മക്കളെയും വീട്ടിൽ നിന്ന് മൊബൈൽ ഫോണിലൂടെ അധ്യാപകർക്ക് വായിപ്പിക്കാൻ കഴിയില്ല. അവിടെ രക്ഷിതാക്കളെ അറിയുക. 7ാം ക്ലാസ്സിന് വന്ന മോൻ 8ാം ക്ലാസ് തൊടാതെ 9ൽ എത്തിയിട്ടുണ്ടായിരിക്കാം. 6ാം ക്ലാസ്സിനും 7ാം ക്ലാസ്സിന് തൊടാതെ 8ൽ വന്ന മക്കൾ ഉണ്ടായിരിക്കാം. 8, 9 തൊടാതെ 10ൽ എത്തുന്ന മക്കൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് മക്കൾക്കൊക്കെ തന്നെ വീട്ടിൽ നിന്ന് വായന ഉറപ്പിക്കണം. ഒച്ചത്തിൽ വായിച്ചോട്ടെ. തെറ്റ് വരുമ്പോൾ അവരെ കളിയാക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യരുത്. തെറ്റ് മനസ്സിലാക്കി കൊടുക്കുകയും തിരുത്തി കൊടുക്കാനും രക്ഷിതാക്കൾ തയ്യാറാകണം. രക്ഷിതാക്കളാണ് വീട്ടിലെ അധ്യാപകർ. ഇത് വിദ്യാരംഗത്തിന്റെ ആഘോഷ ദിനമാണ്, ഉദ്ഘാടന ദിനമാണ്. പക്ഷെ വിദ്യാരംഗവും ഇത്തരം സാംസ്കാരിക പരിപാടികളൊക്കെ തന്നെ നമ്മളുടെ കുഞ്ഞുമക്കളെ എത്രമാത്രം ഉയരത്തിലെത്തിക്കാമോ അതിനൊക്കെയുള്ള പരിശീലന പരിപാടികളാണ്. തുടക്കത്തിൽ കൂടുതൽ പറയട്ടെ, എല്ലാവരുടെയും അനുഗ്രഹം നിറഞ്ഞ മനസ്സിന്റെ സാന്നിധ്യത്തിൽ മാഷിത നമ്മുടെ സ്കൂളിന് വേണ്ടി, സ്കൂളിലെ കുഞ്ഞുമക്കൾ ഉയരങ്ങളിലെത്താൻ വേണ്ടി, ഉയരത്തിലെത്തുന്ന കുഞ്ഞുമക്കളുടെ പേരിൽ നമ്മുടെ വിദ്യാലയം കീർത്തി പരത്തി പ്രശോഭിച്ചു നിൽക്കാൻ വേണ്ടി ഞാനിതാ നിങ്ങളുടെ അനുവാദത്തോടെ, നിങ്ങളുടെ മനസ്സിന്റെ സാന്നിധ്യത്തിൽ, അനുഗ്രഹങ്ങളുടെ സാന്നിധ്യത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഇതിന്റെ തുടർച്ച ക്ലാസ് മുറിയിലെ പഠനങ്ങളിലൂടെയും പൊതുവായനയിലൂടെ നിങ്ങൾ കൊണ്ടുപോകണം. വിദ്യാരംഗത്തിന്റെ ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു പൊതുപരിപാടിയോ, ഒരു 2 ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ക്ലാസ്സിലെ സാഹിത്യ സമാജങ്ങളിലേക്കോ വിദ്യാരംഗത്തെ കുട്ടികളെ ഏറ്റെടുക്കണം. ഇതൊന്നും എല്ലാം അധ്യാപകർക്ക് നോക്കാൻ കഴിയുകയില്ല. അധ്യാപകർ തരുന്ന മാർഗനിർദ്ദേശങ്ങളെ കുട്ടികളെ ഏറ്റെടുക്കണം. അത് രക്ഷിതാക്കൾ എല്ലാ സപ്പോർട്ടും കൊടുക്കണം. അങ്ങനെ ഒരു കുഞ്ഞിന്റെ ഒരു പരിപാടി കാണുമ്പോൾ അത് തന്റെ കുഞ്ഞാണെന്നുള്ള ധാരണയിൽ അവർക്ക് അധ്യാപകരുടെ നിർദ്ദേശത്തോടെ, ആ അനുവാദത്തോടെ വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകണം.
അങ്ങനെ തന്റെ കാഴ്ചകൾ, തന്റെ കുഞ്ഞിന്റെ പരിപാടി കാണാൻ ലോകത്ത് ഒരുപാട് ആളുകളുണ്ടെന്ന് ഓരോ രക്ഷിതാവും കാണുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാലത്തെ നമ്മൾ തിരിച്ചു പിടിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. വായനയുടെ ഒരു കാര്യം കൂടി മാഷ് പറയാണ്, ഒച്ചത്തിൽ വായിക്കണം, ഭാവത്തോടെ വായിക്കണം, രക്ഷിതാക്കളെ ശ്രദ്ധിക്കണം, തെറ്റ് വന്നാൽ കുറ്റപ്പെടുത്താതെ കളിയാക്കാതെ അവർക്ക് തിരുത്തി കൊടുക്കണം. നമുക്ക് രക്ഷിതാക്കളിൽ ഒരുപാട് കഴിവുള്ള രക്ഷിതാക്കളുണ്ട്. ജീവിതത്തിന്റെ ഏതോ ഒരു സങ്കീർണമായ ഘട്ടത്തിൽ ചിലപ്പം പഠനം തുടരാൻ പറ്റാതെ പോയ അമ്മമാര്, ഉമ്മമാര്, ബാപ്പമാര്, അച്ഛന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ തന്നെ തൊഴിൽ മേഖലയിൽ പോകുമ്പോഴും മക്കൾക്ക് വേണ്ടി മക്കളോട് ചേർന്നിരിക്കുക. അങ്ങനെ 8ാം ക്ലാസ്സിലെ മലയാളത്തിന്റെ തുടർച്ചയാണ് 9, അതിലാണ് 10, 10ന്റെ തുടർച്ചയാണ് +1. അങ്ങനെ കുട്ടികളോട് വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒന്നും മലയാളത്തിൽ ഇല്ല. ഒരു പക്ഷേ SS-ലും ബയോളജിയിലും പിന്നെ അങ്ങനെയൊന്നും ഫിസിക്സും കെമിസ്ട്രിയും കണക്കും ഇന്ത്യയൊക്കെ ലേശം പ്രയാസം തോന്നിയായിരിക്കാം. അങ്ങനെ ക്ലാസ് മുറിയുടെ സുഖം വീട് ഏറ്റെടുത്തുകൊണ്ട്, വീടിനെ ക്ലാസ് മുറിയാക്കിക്കൊണ്ട്, അങ്ങനെ ക്ലാസ്സിനെയും വീടിനെയും ബന്ധിപ്പിക്കുന്ന ഇത്തരം സുന്ദരമായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാലത്തെ കൊറോണ കവർന്നെടുത്ത പഠനമുറികളെ ഉണർവുള്ള ക്ലാസ് മുറികളിലൂടെ തിരിച്ചു പിടിച്ച് വിദ്യാലയവും വീടാക്കി, വീടും വിദ്യാലയവും കുട്ടിയും രക്ഷിതാവും അധ്യാപകനും ഒക്കെ തന്നെ ഈ ഒരു നേരത്ത് കുടുംബാംഗങ്ങളായി മാറിക്കൊണ്ട് നമുക്കൊരു പുതിയ യാത്രയിലേക്ക് എന്ത് ചെയ്യാം, അതിൽ തുടർന്ന യാത്രയ്ക്ക് കുറച്ചുകൂടി കരുത്ത് പകർന്ന് മുന്നേറാൻ എല്ലാവരുടെയും സമർപ്പിതമായ മനസ്സിനും എല്ലാവരുടെ കുറവുകളെ പരിഹരിക്കാൻ മാത്രം കണ്ണു നോക്കുന്ന, കുറ്റങ്ങളാക്കി മാറും മുമ്പ് കുറവുകളെ പരിഹരിക്കാനുള്ള ഒരു കൂട്ടായ്മയ്ക്കും സാധിക്കട്ടെ എന്ന് നമ്മുടെ സ്കൂളിലെ എല്ലാ അധ്യാപകർക്ക് വേണ്ടി, സ്കൂളിന് വേണ്ടി, കുഞ്ഞു മക്കളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടും എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്നെ ക്ഷണിച്ച എന്റെ പ്രിയപ്പെട്ട ജാഫർ സാർ, സുഹൃത്തും എന്റെ ജ്യേഷ്ഠസ്ഥാനീയനുമായ ഹെഡ് മാസ്റ്റർ ജാഫർ സാർ, എന്റെ കൂടപ്പിറപ്പിനെ പോലെ സഞ്ചരിച്ച സജിന ടീച്ചർ, കൂട്ടുകാരനെ പോലെ സഞ്ചരിച്ച റഷീദ് മാഷ്, പുതിയ കുടുംബാംഗമായി വന്ന ഷെറീന ടീച്ചർ, എല്ലാവർക്കും നിങ്ങളുടെ സ്റ്റാഫ് റൂമിന്റെ ഓർമ്മയിൽ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ടും മക്കൾക്ക് എല്ലാ നന്മകൾ നേർന്നുകൊണ്ടും നിർത്തുകയാണ്. ജയ് ഹിന്ദ്. താങ്ക് യു സാർ, താങ്ക് യു സാർ. നമുക്ക് കുറച്ച് കുട്ടികളുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അത് നടത്തട്ടെ? ഓക്കെ സാർ, ഓക്കെ. അനുസ്മരണ പ്രഭാഷണത്തിനായിട്ട് ഷിഫ്ന കേവി, 10B ഷിഫ്ന കേവി. ബഹുമാനിതരായ അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ബേപ്പൂർ സുൽത്താന്റെ ചരമദിനം. മലയാള സാഹിത്യ രംഗത്ത് മഹാരഥ കൊടികുത്തി വാഴുന്ന കാലത്തും ബഷീർ തന്റേതായ ആഖ്യാന ശൈലി കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. മലയാള സാഹിത്യ ചരിത്രത്തിന് ബഷീർ കൃതികളെ കൂടാതെ പരിപൂർണത ലഭിക്കുകയില്ല. നെഞ്ചു പിളർക്കുന്ന വേദനകൾക്കിടയിലും ബഷീറിന്റെ കഥാപാത്രങ്ങൾ വായനക്കാരെ ചിരിപ്പിച്ചുകൊണ്ടേയിരുന്നു. തടവുകാരും യാചകരും നിഷ്കളങ്കരായ ഗ്രാമീണരുമെല്ലാം ബേപ്പൂർ സുൽത്താന്റെ കഥാലോകത്ത് നിറഞ്ഞു നിന്നു. ബാല്യകാലസഖിയും പാത്തുമ്മയുടെ ആടും പ്രേമവേദനവുമെല്ലാം അദ്ദേഹത്തിന്റെ രചനകളിൽ ചിലത് മാത്രം. 1908 ജനുവരി 21 വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പ് എന്ന സ്ഥലത്താണ് ബഷീർ ജനിച്ചത്. അച്ഛൻ അബ്ദുറഹ്മാൻ, അമ്മ കുഞ്ഞാച്ചുമ്മ. എഴുത്തുകാരൻ എന്ന നിലയിൽ തിളങ്ങിയ അദ്ദേഹം അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ രചനകൾ വായിക്കുവാനും പഠിക്കുവാനും അവസരം ലഭിച്ച അനുഗ്രഹീതരാണ്. മനുഷ്യരെ പോലെ തന്നെ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ നിത്യസ്മരണയ്ക്ക് മുന്നിൽ 1000 പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു ഷിഫ്ന. ഇനി പുസ്തക പരിചയത്തിനായിട്ട് അഭിഷാജ്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകത്തിന്റെ പേര് മധുരികൾ. വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച പ്രശസ്ത നോവലുകൾ എന്നാണ് മധുരികൾ. കൗമുദി അൽപ്പതിപ്പിലെ 1964 ഓണം വിശേഷാൽ പ്രതികളാണ് മധുരികൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. മലയാളത്തിലെ പ്രശസ്തമായ ഒരു പ്രേമകഥയാണിത്. മറ്റു കൃതികളെ പോലെ തന്നെ അപകടകരമായാണ് ഈ നോവൽ. രാഷ്ട്രീയ തലവകാരങ്ങളിൽ ജനിപറ്റുന്ന ബഷീർ അവിടെ നിന്ന് വിവിധാനുഭവങ്ങളുമായി ഈ നോവൽ ആവിഷ്കരിക്കുന്നത്. ഒരു മധുരയിനപ്പുറത്തുള്ള ശ്രീശൈലിലെ നാരായണി എന്ന സ്ത്രീയുമായി പ്രണയത്തിലാവുകയും എന്നാൽ അദ്ദേഹത്തിന് സഫലമാവുകയും ചെയ്യുകയും ചെയ്യുന്നു. പ്രണയത്തിന്റെ വേദനയാണ് ഈ നോവൽ നമുക്ക് പകർന്നു തരുന്നത്. എനിക്ക് ഈ നോവൽ വളരെയധികം ഇഷ്ടപ്പെടുന്നു. താങ്ക് യു അഭിഷ. അതുപോലെ കഥാപാത്ര നിരൂപണത്തിനായിട്ട് 2 കുട്ടികളാണുള്ളത്. മലയാളത്തിൽ അനീന, അതുപോലെ ഇംഗ്ലീഷിൽ ഫാത്തിമ ഫിദ. അനീനയെ ക്ഷണിക്കുന്നു.
അനീനുണ്ടോ? ഓക്കെ ഓക്കെ. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ബഷീർ കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് മൂക്കൻ. പഠിപ്പും അറിവുമില്ലാതെ നല്ലവണ്ണം ഉറങ്ങുകയും ഉണ്ണുകയും പൊടി വലിക്കുകയും ചെയ്ത് സംതൃപ്തനായി ജീവിച്ചു വരുന്ന സമയത്ത് 24-ാം വയസ്സിൽ അയാളുടെ മൂക്ക് വളരാൻ തുടങ്ങി. ദിവസം തോറും വളർന്ന് പൊക്കിൽ വരെ എത്തി. എന്നാൽ ആ മൂക്കുകൊണ്ട് അയാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ മൂക്ക് കാരണം അയാളുടെ ജോലി നഷ്ടപ്പെട്ടു. എന്നാൽ മനുഷ്യസ്നേഹികളായ ആരും അയാളെ തുണയ്ക്കാനുണ്ടായിരുന്നില്ല. ഫോട്ടോഗ്രാഫറും പത്രപ്രവർത്തകരും അങ്ങനെ നിരവധി ആൾക്കാർ ഇയാളെ കാണാനെത്തി. ഇങ്ങനെ പട്ടിണിയിൽ കഴിയുന്ന അടുക്കളക്കാരന് താൻ പ്രശസ്തനായെന്ന് ബോധ്യമായി. പക്ഷെ അയാൾ ഭക്ഷണം കഴിച്ചു എന്ന് ആരും ചോദിച്ചില്ല. അതിൽ കുപിതനായ മൂക്കൻ വീണ്ടും കാണാൻ ശ്രമിക്കുന്നു. ആറ് മഹാകവികൾ മൂക്കനെ പുകഴ്ത്തി മഹാകാവ്യങ്ങൾ എഴുതി. 9 സാഹിത്യകാരന്മാർ മൂക്കന്റെ ജീവചരിത്രം എഴുതി പ്രശസ്തി നേടി. ലോകത്ത് നടക്കുന്ന പ്രധാന സംഭവങ്ങളെ കുറിച്ച് മൂക്കന്റെ അഭിപ്രായങ്ങൾ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. മൂക്കന് 2 സെക്രട്ടറിമാരുണ്ടായിരുന്നു. ഇരുവരും മൂക്കനെ പ്രേമിച്ചു. അപ്പോഴാണ് രാഷ്ട്രീയക്കാർ മൂക്കനെ കൈയടക്കാൻ നോക്കിയത്. ഒരു സുന്ദരി മൂക്കനെ തന്റെ പാർട്ടിയിലേക്ക് ചേരാൻ നിർബന്ധിച്ചു. മറ്റേ സുന്ദരി ഒരു പാർട്ടിയിലും ചേരണ്ട എന്ന് പറയുന്നു. ഇതൊരു വിപ്ലവത്തിന് കാരണമായി. മൂക്കന്റെ മൂക്ക് കള്ളമാണെന്നും റബ്ബർ മൂക്കാണെന്നുമുള്ള വാദം പ്രചരിച്ചു. ജനവഞ്ചകനാണ് മൂക്കൻ എന്ന് എതിർ പാർട്ടിക്കാർ ഉന്നയിച്ചു. ഗവൺമെന്റ് 48 രാജ്യങ്ങളിൽ നിന്നും വിദഗ്ധ ഡോക്ടർമാരെ മൂക്കന്റെ മൂക്ക് ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കാൻ നിയമിച്ചു. പിന്നീട് മൂക്കന്റെ മൂക്ക് ഒറിജിനൽ ആണെന്ന് കണ്ടെത്തുകയും പ്രസിഡന്റ് മൂക്കന് മൂക്കശ്രീ പോലുള്ള ബഹുമതികൾ നൽകുകയും ചെയ്തു. ഈ കഥാപാത്രത്തിലൂടെ ബഷീറിന്റെ വൈദൂര്യമായ ജീവിത വീക്ഷണമാണ് കാണാൻ സാധിക്കുന്നത്. നർമ്മത്തിന്റെ പ്രസാദം മൂക്കൻ എന്ന കഥാപാത്രത്തിലൂടെ നൽകാൻ ബഷീറിന് കഴിയുന്നു. എന്നാൽ കഥാപാത്രത്തെ കുറച്ചുകൂടി മനസ്സിലാക്കിയാൽ ഒരു സാധാരണ മനുഷ്യനെ നമുക്ക് കാണാം. കൃത്യമായ സമയം വരുമ്പോൾ മൂക്കനെ പോലെ നീർക്കോലികൾ നാം ഓരോ മനുഷ്യരെയുമുണ്ട്. നമ്മൾ അതുപോലെ ഒരുപാട് പേരെ കണ്ടിട്ടുമുണ്ട് എന്ന് കരുതി അതിനർത്ഥം എല്ലാ നീർക്കോലികളെയും മൂർഖൻ പാമ്പായി അംഗീകരിക്കണമെന്നില്ലല്ലോ. കൊള്ളേണ്ടതിനെ മാത്രം കൊള്ളാനും തള്ളേണ്ടതിനെ മാത്രം തള്ളാനും അനുഭവത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും ഈ കഥാപാത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു അനീന. പത്തയിലെ ഫാത്തിമ ഫീദ. Hello, a warm good morning to all who are present over here. Honorable Headmaster, Chief Guest Servicer, beloved teachers and all my dear friends. I'm Fatima Fida from 10A. So today, July 5th, as we gathered here to welcome Muhammad Bashir's Day. So I am here to share something about him. Waikum Muhammad Bashir is fondly known as the Baipur Sultan. He was a writer, humanist and an Indian freedom fighter. He was born on 21st January 1908 in Kadapambri in northern Travancore. Bashir is the Sultan of stories. He is a true lover of nature. He highlights the blend of all creature and nature in his stories, and the stories evoke humor and sarcasm on the follies of man. The translation of his works into other languages made him earn worldwide. His notable works are included Baligalasagi, Shabdangal, Patumayude Aadu, Madilugal, Janmadinam, and many more. His father's name was Kai Abdurrahman and mother's name was Kunyatuma. He was the elder child of his parents. His family was large and so he could not have a life like average in his younger days. He studied at Malayalam medium school and later he studied English medium at Waikum. He adored Mahatma Gandhi and started to wear khadi. He left the school when he was studying and went to fight for the cause of Indian independence. He joined Indian National Congress. He went to Kozhikode to take a part in Satyagraha in 1930. He was inspired by the revolutionary leaders like Bhagat Singh, Sukhdev and Rajguru. These three were executed when he spent his days in Kannur jail. He was released after Gandhi-Irving Pact of March 1931. He left Kerala and he went to abroad and many parts of India for more than 7 years. He undertook many jobs like cook, fruit seller, accountant, watchman, etc. to keep him from starvation.
He lived with the Sufi mystics in the hermitage of Himalayas for more than 5 years. He had to starve all the time. He started to write stories when he was in the jail. His works during 1941 to 1943 are Balyagalasagi and Premalaganam. He had to publish his works by himself and take them to come to sell them. He also ran bookstall during his father's. He married Fabi Bashir, who was much younger than him, and settled down to domestic life. He had 2 children, who is Shahina and Anish. They lived at Bepur, south of Koikot, and he wrote his famous book Pathumada Ada during his treatment for mental illness, and he died on 5th July 1994. He just thought about writing sad stories that were written by himself. എന്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനായിരിക്കാം, കരഞ്ഞതും ഞാനായിരിക്കാം, കാരണം അതൊക്കെ എന്റെ അനുഭവങ്ങളായിരുന്നു. So its stories are inspiring and beautiful. So we have something more to learn from his story and his life history. So here I'm concluding my words. Thank you. Have a wonderful day. Thank you, Fatima Fida. നമുക്ക് പ്രോഗ്രാം ആയിട്ട് ചെയ്യാം. നന്ദി പറയാൻ ആദർശിനെ വിളിക്കട്ടെ. ആദർശ്. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ജാഫർ സാർ, ഉദ്ഘാടകൻ പ്രമോദ് സമീർ സാർ, അധ്യാപകരെ, സ്വാഗത പ്രസംഗം നടത്തിയ ആമിന ഷെറിൻ ടീച്ചർ, രക്ഷിതാക്കളെ, എന്റെ കർത്തവ്യം ഈ പരിപാടിക്ക് നന്ദി പറയുക എന്നതാണ്. ആദ്യമായി ബഷീറിനെയും ബഷീർ കൃതികളെയും കുറിച്ച് ഗഹനമായി പറഞ്ഞു തന്ന വിദ്യാരംഗം ക്ലബ് ഉദ്ഘാടനം ചെയ്ത പ്രമോദ് സാറിന് എന്റെ പേരിലും സ്കൂളിന്റെ പേരിലും നന്ദി പറയുന്നു. ബഷീർ ദിന പരിപാടി സംഘടിപ്പിച്ച വിദ്യാരംഗം ക്ലബിലെ അധ്യാപകർക്കും പരിപാടികൾ അവതരിപ്പിച്ച കൂട്ടുകാർക്കും ഈ പരിപാടി ഇത്രയും നേരം ശ്രദ്ധയോടെ കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ പേരിലും സ്കൂളിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു.